Morning all. Morning. ഒരു ചെറിയ തൊണ്ടടപ്പൊക്കെ ഉണ്ട്, ചുമയൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് പരമാവധി ക്ലാസ് ചെയ്യാം. എങ്ങനെയും കൂടി ഒരു സഹകരണം ഉണ്ടാവണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ഒക്കെയാണ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് പതിയെ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നോക്കിയായിരുന്നു. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ റിസൾട്ട്സ് ബൈ യു ഷുഡ് മെഷർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് പോയിന്റ് ടു പ്രൊവൈഡ് ടോപ്പ് കെയർ പേഷ്യന്റ് കെയർ സർവീസ്. അതായത് നമ്മള് പേഷ്യന്റിന് നല്ല സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ. എപ്പോഴും നമ്മള് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കേണ്ട ഒരു രീതി കൈകാര്യം ചെയ്താൽ മാത്രമാണ് അവിടെയുള്ള പേഷ്യൻസ് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ, മറ്റുള്ളവരെയും ഈ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് റെക്കമെൻഡ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ നോക്കുകയാണെങ്കിൽ മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഹെൽപ്സ് ദ ഹോസ്പിറ്റൽ ascertain the areas of improvement and centers on to provide better patient care services. എപ്പോഴും ബെറ്റർ കെയർ പേഷ്യന്റ് സർവീസ് കെയർ ആണോ കൊടുക്കണേ എന്നുള്ളത് എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യണം. അതായത് നല്ല ഒരു സംരക്ഷണം, നല്ലൊരു ശുശ്രൂഷയാണ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതല്ല ബെറ്റർ പേഷ്യന്റ് കെയർ കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അല്ലെ. അപ്പൊ അച്ചീവിംഗ് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ സർവീസ് ഗിവൺ ബൈ ദ ടീം ഓഫ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽ സ്റ്റാഫ്. നമുക്കറിയാം നല്ലൊരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ ലഭ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ നഴ്സുമാരൊക്കെ കൂടി ചേർന്ന ഒരു അല്ലെ ഒരു വിങ്ങായിരിക്കും, ഒരു ടീമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അല്ലെ. ഇപ്പോ ശുശ്രൂഷ നൽകുന്ന ഡോക്ടർ ഒക്കെ ആണെങ്കിലും നല്ല യോഗ്യരായ നഴ്സുമാരൊക്കെ ഒരു തിക്കും തിരക്കൊക്കെ ഉണ്ടാക്കുന്ന നഴ്സുമാരാണെങ്കിൽ നമുക്കറിയാം ആ ഡോക്ടറെ കൊണ്ട് കുഴപ്പമില്ല, നല്ല മാന്യമായ ഡോക്ടറാണ്. പക്ഷെ സർവീസ് നൽകുന്ന ഒരു നഴ്സ് അല്ലെ, അവര് ഇച്ചിരി കൂടി മേബിൾ ആയിരിക്കണം അല്ലെ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പ്രോബ്ലംസ് ഒക്കെ അവര് റിലേറ്റ് ചെയ്ത് പറയും. അപ്പൊ ആ ടീം എന്ന് പറയുന്നത് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സ്റ്റാഫാണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ല പേഷ്യന്റിന്റെ സർവീസ് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള നല്ല സേവനങ്ങൾ പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആവുന്നില്ല. ഈ വോളിയം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാനൊന്ന് നിർത്തി പറഞ്ഞു നോക്കാം. ഓക്കെ, ഒരു ഹോസ്പിറ്റലില് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ എന്താണ് അവിടെ പേഷ്യന്റ് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ പോകുന്നത്? നിങ്ങളോട് പറയിപ്പിക്കും. അപ്പൊ എനിക്ക് തോന്നണോ പെട്ടെന്ന് അത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ. നല്ലൊരു ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്കറിയാം നല്ലൊരു ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയൊക്കെ സേവനം ആവശ്യമാണ്. വേണ്ടിവരുമോ? വേണ്ടിവരില്ലേ? വേണ്ടിവരും അല്ലെ. അപ്പൊ എന്താണ് അത് ഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ആണ് ഹൈ ക്വാളിറ്റി. അതായത് നമുക്കറിയാം ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നല്ല സ്റ്റാഫുകളായിരിക്കണം. അങ്ങനെ ഒരു ടീമാണ്, നല്ല ഒരു ടീമാണ് നമുക്ക് ശുശ്രൂഷകൾ തരുന്നതെങ്കിൽ ആ പേഷ്യന്റ് എന്തായിരിക്കും? സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. നല്ലൊരു ടീമിനെ കൊണ്ട് നല്ല ഗുണമേന്മയുള്ള സേവനങ്ങളാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് അവർക്ക് ലഭ്യമാക്കേണ്ടത്. The entire staff must consider patients with warm smile from the receptionist who arranges the
appointment, doctors providing the right treatment to the nurse taking vital status of the patients. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആരായിരിക്കും നമ്മൾ ആദ്യം തന്നെ ചെല്ലുന്നത്? ഏത് വിങ്ങിലായിരിക്കും? ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് റിസപ്ഷനിസ്റ്റിന്റെ. അപ്പൊ ആ റിസപ്ഷനിസ്റ്റ് മുതല് നമുക്ക് എന്താണ് ആ ഒരു മെഡിക്കൽ ടീമിന്റെ മെമ്പേഴ്സ് ആണ് അല്ലെ, ഒരു ഭാഗമാണ്. അപ്പൊ റിസപ്ഷൻ ടീം മുതൽ ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും ആ എല്ലാവരും എന്താണ് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇതുകളായിരിക്കണം നമുക്ക് ലഭ്യമാകേണ്ടത് അല്ലെ. ഊഷ്മളമായിട്ടുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആണ് അവരെല്ലാം കാഴ്ചവെക്കുന്നത്. ഇതാണ് പറയുന്നത് റിസപ്ഷനിസ്റ്റ് നല്ല രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ്സ് അറേഞ്ച് ചെയ്യണം. ഡോക്ടേഴ്സ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള ചികിത്സ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ട്രീറ്റ്മെന്റ് അല്ലെ, നല്ല റൈറ്റ് ട്രീറ്റ്മെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നഴ്സുമാരാണെങ്കിലും അവിടെ പ്രധാനമായിട്ടും അവരിപ്പോ BP ആണെങ്കിലും അല്ലെ പ്രഷർ എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവരെയൊക്കെ കൃത്യമായിട്ട് തന്നെ വിലയിരുത്തും. അങ്ങനെ വരുമ്പോഴാണ് നമുക്കറിയാം നല്ലൊരു ടീം അല്ലെ, അവിടെ യോഗ്യമായ ടീമാണ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതെന്ന് പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് ആയിട്ട് അവര് തിരിച്ചു പോവുകയും ചെയ്യും. ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫ് എന്താന്നുള്ളത്? ഓക്കെ, എന്റെ വോയിസിൽ ഇച്ചിരി പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് ഹോസ്പിറ്റൽസ് ഡു ദ എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസ്. ഒക്കെ ഞാൻ മൂവ് ചെയ്യാം, നിങ്ങൾ എന്നോടൊപ്പം തന്നെ പോവാം, അല്ലെങ്കിൽ നമുക്ക് പോർഷൻ അങ്ങോട്ട് തീരില്ല. ഓക്കെ, ഇപ്പൊ അതിൽ നോക്കാം. വാട്ട് ഹോസ്പിറ്റൽസ് ഡു ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസ്. അതിന്റെ പ്രധാനമായിട്ടും എന്താണ് പറയുന്നത്? എന്ത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികളുണ്ട് അല്ലെ. നമ്മൾ സർവീസുകൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആവുമ്പോൾ അവര് കൃത്യമായിട്ട് തന്നെ രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കണം അല്ലെ. നോക്കാം. ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസ് ദ ഇൽനെസ് ഇൻ ടൈം അല്ലെ. അവിടെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? ശരിയായ രീതിയിലുള്ള മാർഗം കണ്ടെത്തിയിട്ടായിരിക്കണം രോഗനിർണയം നടത്തേണ്ടത് അല്ലെ. വെറുതെ വേണമെങ്കിൽ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെക്കമെൻഡ് ചെയ്യരുത്. അതായത് ഇന്ന രീതി, ഓക്കെ ഈ രോഗം ഇതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇന്ന ടെസ്റ്റിന് വിധേയമാക്കാനായിട്ട് പറയണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസ് ദ ഇൽനെസ് ഇൻ ടൈം. കറക്റ്റ് സമയത്ത് കറക്റ്റ് രോഗനിർണയം തന്നെ നടത്താനായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ആക്സസ് ടു ഫിസിഷ്യൻ. ഓക്കെ, അവിടെ നമുക്കറിയാം എന്താണ് അവരുടെ എപ്പോഴും എന്താണ് ഡോക്ടറിന്റെ സേവനം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് നല്ല രീതിയിൽ അല്ലെ പോസിബിൾ ആയ രീതിയിലുള്ള സേവനമായിരിക്കണം ലഭ്യമാകേണ്ടത്. നമുക്കറിയാം ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ രോഗം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവ് ഫിസിഷ്യനൊക്കെ ഉണ്ടായിരിക്കണം. റെക്കമെൻഡഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്. നമുക്കറിയാം നല്ല ട്രീറ്റ്മെന്റ് തന്നെ റെക്കമെൻഡ് ചെയ്യണം. പറയുന്ന ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ഓക്കെ ഇന്ന ടെസ്റ്റിനൊക്കെ വിധേയമാക്കാൻ പറയണം. ആ ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ആ റൈറ്റ് ട്രീറ്റ്മെന്റ് തന്നെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ദെൻ ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. എപ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ ടെസ്റ്റുകളൊക്കെ നടത്തി ആകെ എന്താണ് ഒരുപാട് എക്സ്പെൻസ് ഒന്നും ചെലവഴിപ്പിക്കാതെ തന്നെ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ഏത് രീതിയിലും പെട്ടെന്ന് തന്നെ രോഗിയുടെ രോഗനിർണയം നടത്താനും നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനും ലഭ്യമായ ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും നമ്മളാണെങ്കിലും നമ്മുടെ ലക്ഷണം വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എത്രയും പെട്ടെന്ന് രോഗത്തിന് ശമനം കണ്ടെത്താനായിരിക്കും ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ ആ ലക്ഷണം വെച്ചുകൊണ്ട് ഏത് ടെസ്റ്റ് വിധേയമാകാനായിട്ട് ഒരുപക്ഷെ നമ്മൾ തയ്യാറായിരിക്കും. പക്ഷെ എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും നോക്കിയിട്ട് രോഗം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരല്ലേ നമ്മളെ കൊണ്ട് ഒരുപാട് ചിലപ്പോൾ ചെയ്യിപ്പിക്കുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു എന്നുള്ള ഒരു തോന്നലായിരിക്കും തോന്നുക. പക്ഷെ ഒന്ന് രണ്ട് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അല്ലെ ആദ്യം മെഡിസിൻ കഴിച്ചിട്ടും നമുക്ക് മെഡിസിൻ എന്താണ് മാറ്റങ്ങളൊന്നും വരുന്നില്ല, അങ്ങനെ ചിലപ്പോൾ ടെസ്റ്റിന് വിധേയമാകാൻ പറയാം. അപ്പൊ ആ ടെസ്റ്റുകൾക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ എന്താണ് രോഗനിർണയം നടത്തിയെന്ന് വരാം. അങ്ങനെ ചെയ്യുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ ഒരുപാട് ചെലവഴിപ്പിച്ച് രോഗിയെ കൊണ്ട് ബുദ്ധിമുട്ടിലാക്കിയിട്ട് രോഗനിർണയം നടത്തുമ്പോഴൊന്നും സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. ലക്ഷണം വെച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് നടത്തി ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലാണ് ഏതൊരു പേഷ്യന്റും സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്, അതായത് സേവനം എപ്പോഴും നല്ല രീതിയിലുള്ള സേവനം കാഴ്ചവെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിനോടൊപ്പം തന്നെ ഒരു പോയിന്റും കൂടിയുണ്ട്.
പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. ഓക്കെ, നമ്മൾ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഗുണനിലവാരമൊക്കെ വെരിഫൈ ചെയ്യും. ഓക്കെ, നിങ്ങൾ 2 ആഴ്ച കഴിയുമ്പോൾ വിസിറ്റ് ചെയ്യും. മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ അല്ലെ, അതിന്റെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഡിസ്ചാർജിന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണനകളൊക്കെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇംപ്ലിമെന്റ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. എന്താണെന്ന് നോക്കാം. എന്തൊക്കെയാണ് രോഗി കേന്ദ്രീകൃത പരിചരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ് സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ഒരു ഗ്രാഫ് രൂപേണ കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ് അല്ലെ, കൃത്യസമയത്ത് രോഗനിർണയം നടത്താം. ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻസ് അല്ലെ, അവിടെ ഡോക്ടറിന് അല്ലെ നല്ല കഴിവുണ്ടായിരിക്കാം, നല്ലൊരു യുക്തനായ ഒരു ഡോക്ടർ ആയിരിക്കാം. പ്രൊവൈഡ് കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി കെയർ. എപ്പോഴും ഡോക്ടർ നിർദ്ദേശിക്കേണ്ടത് അല്ലെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വെച്ചാൽ ഒരുപാട് ടെസ്റ്റുകൾക്കൊന്നും കൊടുക്കാതെ തന്നെ രോഗം എന്താണെന്ന് കണ്ടെത്തിയിട്ട് കെയർ കൊടുക്കാനായിട്ടുള്ള രീതി ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഗിവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്. എപ്പോഴും എന്താണ് ചിലപ്പോ രോഗികള് അല്ലെ ഈ പറഞ്ഞോണം ചികിത്സ കൊണ്ട് മാത്രം എല്ലാ ശരിക്കും അസുഖം മാറുന്നത് അല്ലെ, അവിടെ ഡോക്ടറിന്റെ ഒക്കെ ഫുൾ സപ്പോർട്ടോട് കൂടി ഉണ്ടായിരിക്കണം. ചിലപ്പോ എന്താണ് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മാനസികമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു പവറും കൂടി ചിലപ്പോൾ ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായിട്ട് വരാം. അതും എന്താണ് രോഗങ്ങൾ എളുപ്പത്തിൽ ഭേദമാക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് ഗിവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് നൽകാനായിട്ട് ശ്രമിക്കുക. റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്. ഓക്കെ, അധികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഫോളോ അപ്പ് ഒന്നും നടത്തുന്നതിന്റെ ആവശ്യകതയൊക്കെ നിങ്ങൾ ചില ഡോക്ടേഴ്സ് ഒക്കെ കാണാം. നിങ്ങളിപ്പോ ആദ്യം ഇത് കഴിച്ചു നോക്കാം, അതുകൊണ്ട് മാറിയില്ലെങ്കിൽ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ആന്റിബയോട്ടിക് കഴിച്ചോളൂ അല്ലെ. ഇപ്പൊ അങ്ങനെ നേരത്തെ കൂട്ടി തന്നെ അങ്ങനെ തയ്യാറാക്കി നൽകുന്ന ചില ഡോക്ടേഴ്സ് ഉണ്ട്. ചിലര് നമുക്കറിയാം ആദ്യം തന്നെ ആ ഡോസ് തന്നതിന് ശേഷം വീണ്ടും നമ്മളെ ഒന്നുകൂടി നിർത്തിയിട്ട് വീണ്ടും ഒരു ശ്രമം കൂടി നിർത്തിയിട്ടൊക്കെ ആയിരിക്കും ആന്റിബയോട്ടിക് ഒക്കെ തന്ന് നമ്മളെ അല്ലെ എല്ലാ കുഴപ്പത്തിലേക്ക് ആക്കി മാറ്റുന്ന രീതിയുണ്ട്. ചില ഡോക്ടേഴ്സ് ഇത് ഒന്നല്ല ഒറ്റയടിക്ക് തന്നെ ആന്റിബയോട്ടിക് ആയിരിക്കും കഴിക്കുന്നത് അല്ലെ. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. റെഡ്യൂസ് അല്ലെ, ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് റെഡ്യൂസ് ചെയ്യുക, അൺനെസസറി ഫോളോ അപ്പ് ഒന്നും കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ നമ്മൾ തൃപ്തികരമാകുന്നത് ചിലപ്പോഴൊക്കെ ഇതേമാതിരിയുള്ള മാറ്റേഴ്സ് കൊണ്ടായിരിക്കാം. എന്താണ് ഫസ്റ്റ് ഇങ്ങനെ പ്രിലിമിനറി ആയിട്ടുള്ള ഈ മെഡിസിൻസ് കഴിച്ചു നോക്കാം, ദെൻ അതിന് ഭേദമില്ല എങ്കിൽ ആന്റിബയോട്ടിക് കഴിക്കുക. അത് മാറ്റം വന്നില്ല എങ്കിൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റിനായിട്ട് വരിക, എന്നിട്ട് നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഡോക്ടർമാരുടെ സേവനങ്ങളൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ എളുപ്പം തങ്കപ്പെടായിട്ട് തന്നെ കൊണ്ടുവരുന്നത്. അത് അവർ സാറ്റിസ്ഫൈഡ് ആകുന്നത് അതുകൊണ്ടാണ് ആ ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന ഓരോ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. ഓരോ ലക്ഷണങ്ങൾ വെച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ ഡോക്ടറിൽ ഒരു കോൺഫിഡൻസ് നേടിയെടുക്കുന്നത്. ചിലര് നമുക്കറിയാം ഇങ്ങനെയൊക്കെ കഴിച്ചാലും ചിലപ്പോൾ ഭേദഗതി വരുന്നില്ലെങ്കിൽ നമ്മൾ മാറ്റി ഡോക്ടേഴ്സിനെ കാണും അല്ലെ. അപ്പൊ അതൊക്കെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ടൈമിലി തന്നെ ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഒരു ശേഷി, അല്ലെങ്കിൽ അവരോടൊപ്പം നല്ല നല്ല അറ്റാച്ച്മെന്റോടുകൂടി പ്രവർത്തിക്കുക, നല്ല ലവ് ആൻഡ് അഫെക്ഷനോട് കൂടിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു കഴിവൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും രോഗികൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകുന്നത്. ക്ലിയർ ആണോ? ാണോ നമുക്ക് വായിച്ചു നോക്കേണ്ടതുണ്ടോ? ചിലപ്പോഴെങ്കിലും ഈ ഒരു ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ് ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ, നല്ലൊരു കേന്ദ്രീകൃതമായിട്ടുള്ള കെയർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക, ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ. എല്ലാ പോയിന്റ്സും ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയിട്ടോ. നെക്സ്റ്റ് എന്താ പറയുന്നത്, ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ആശുപത്രി ജീവനക്കാരുടെ പ്രകടനങ്ങളാണ്. നമുക്കറിയാം എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നല്ലൊരു സേവനങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം അല്ലെ, ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇറ്റ് ഇസ് നെസസറി ടു കീപ് എ
Thus, all hospital staff's performance at regular intervals. Okay, നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഒരു നിയന്ത്രണത്തോടു കൂടിയിട്ടുള്ള ഒരു സേവനങ്ങൾ അവിടെ നിന്ന് ലഭ്യമാക്കേണ്ടതുണ്ട്. ഹാപ്പി സ്റ്റാഫ് will give better patient care. നമുക്കറിയാം ഇപ്പൊ സ്റ്റാഫിനെ കൊണ്ട് ഒരുപാട് ഓവർലോഡ് പണിയൊക്കെ എടുപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേഷ്യൻസിന്റെ പേരിലായിരിക്കും അവർ തീർക്കുന്നത് അല്ലെ. കാരണം അവർക്ക് പ്രത്യേകിച്ച് കൂലിയൊന്നും കൊടുക്കാതെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് ഓവർലോഡ് പണിയൊക്കെ എടുപ്പിച്ചു കഴിഞ്ഞ് മാനേജ്മെന്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ സംതൃപ്തമായിട്ടുള്ള ഒരു സേവനം ഓരോ പേഷ്യൻസിനും ലഭ്യമാക്കി കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല. ശരിയല്ലേ? ആണോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? സംതൃപ്തിയായിട്ട് ജോലി ചെയ്യുന്നവർക്കല്ലേ സംതൃപ്തിയായിട്ടുള്ള ഒരു ശുശ്രൂഷയും ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഹാപ്പി സ്റ്റാഫ് will give better patient care. നല്ല സംതൃപ്തമായിട്ടുള്ള സ്റ്റാഫുകൾ ആണെങ്കിൽ അവർക്ക് നല്ല കെയർ വാഗ്ദാനം ചെയ്യാനായിട്ട് സാധിക്കും. If the patients are not satisfied with their visit, there is possible that the patient will choose for service from another provider. നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോ ആ പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവർ എന്ത് ചെയ്യും? വേറൊരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യാന്ന് തീരുമാനിക്കും അല്ലെ. നമ്മൾ വിട്ടുപോയി ചിലപ്പോ ചില പേഷ്യൻസ് ഒക്കെ എന്താണ് ചികിത്സ തന്നുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് വരെ വെക്ക് ചെയ്തിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകും. കാരണം ഒരുപക്ഷെ അവിടെയുള്ള സ്റ്റാഫിന്റെ ആ ഒരു പ്രകടനങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നല്ല രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഹാപ്പി പേഷ്യൻസ് ആണെങ്കിൽ മാത്രമാണ് ഹാപ്പി സ്റ്റാഫ് ആണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള നല്ല സേവനങ്ങൾ സ്റ്റാഫുകൾക്ക് പേഷ്യൻസിന് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. Therefore, it is necessary to listen to the patients, which will make them feel strengthened. അതായത് അവരുടെ ശക്തിയാണ് പേഷ്യൻസിന് നല്ലൊരു അല്ലെ. പേഷ്യൻസിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പേഷ്യൻസിന് എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് തൃപ്തികരമായിട്ടുള്ള സേവനങ്ങൾ സ്റ്റാഫ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് ആ പേഷ്യൻസ് അവിടെ തൃപ്തികരമായിട്ടുള്ള രീതിയിലുള്ള ഫീലിങ്സ് അവരുടെ മനോഭാവത്തിൽ ഉണ്ടാവുകയുള്ളൂ. Okay, then what can a hospital do to improve staff performance? അപ്പൊ എന്താണ് ഈ സ്റ്റാഫ് പെർഫോമൻസിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിന് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ജനറേറ്റ് generate a workable and friendly atmosphere for staff. അതായത് അവിടെ തീർച്ചയായിട്ടും എന്താണ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് അവിടെയുള്ള സ്റ്റാഫുകളുടെ ഇടയിൽ നല്ലൊരു അന്തരീക്ഷമാണ് കെട്ടിപ്പിടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല സേവനങ്ങൾ അവർക്ക് പേഷ്യൻസിനും ലഭ്യമാക്കാനായിട്ട് സാധിക്കും. Then ensure hospital staff understand their responsibilities. ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഓരോ സ്റ്റാഫും അത് മനസ്സിലാക്കാനല്ലേ കൃത്യമായിട്ട് തന്നെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഉത്തരവാദിത്തങ്ങൾ അവിടെയുള്ള ഓരോ സ്റ്റാഫും മനസ്സിലാക്കിയിരിക്കണം. എന്റെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി ഉറപ്പിച്ചിരിക്കണം അല്ലേ. എങ്കിൽ മാത്രമാണ് അവർക്ക് കൃത്യമായിട്ട് തന്നെ അവരുടെ വരുന്ന പേഷ്യൻസിന്, അതായത് ഇപ്പൊ ഒരു വാർഡൊക്കെ ആണെങ്കിൽ ആ വാർഡിലുള്ള ഏതൊക്കെ അല്ലെ ഏതൊക്കെ പേഷ്യൻസ് ആണ് നമ്മുടെ ആ പേഷ്യൻസിന്റെ റോൾ എന്താണ് അല്ലെ, ആ പേഷ്യൻസിന് നമുക്കുള്ള റോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് കൃത്യമായിട്ട് സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. Then conduct hospital employee satisfaction surveys. ഹോസ്പിറ്റലിൽ സാറ്റിസ്ഫാക്ഷൻ സർവേ ഒക്കെ ഇടയ്ക്കൊക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പൊ എന്താണ് ആ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വിലയിരുത്തിയിട്ട് എന്തെങ്കിലും വെരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്താനായിട്ട് സാധിക്കും. Then motivate non-performers to enhance their performance. Okay, നമുക്കറിയാം ഇൻ കേസ് എന്തെങ്കിലും പെർഫോമൻസ് നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് പറ്റാത്തവരാണെങ്കിൽ അവരെ കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യിക്കുക അല്ലെ. നിങ്ങൾ ഫസ്റ്റ്ലി എന്താണ് ഒത്തിരി സ്ലോ ആണ് അല്ലെങ്കിൽ ഈ സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല.
ഒരു സ്പീഡിലേ അല്ലെ, നമുക്കറിയാം സൂപ്പർവൈസേഴ്സ് ഒക്കെ എപ്പോഴും പുറകെ നടക്കും അല്ലെ, എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ എന്താണ് അതിനനുസരിച്ചുള്ള സജഷൻസ് ഒക്കെ അവര് നിർദ്ദേശിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള പ്രൊവൈഡ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രചോദനങ്ങൾ ലഭ്യമാകിയാൽ മാത്രമാണ് പേഷ്യൻസിന് അതിനനുസരിച്ചിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കുക. റിവാർഡ് ബെസ്റ്റ് പെർഫോമർ, ഈ പറഞ്ഞ മാതിരി എന്താണ്, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത് പോലെ തന്നെ എന്താണെങ്കിലും നല്ല രീതിയിൽ അവര് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അവര് എന്തെങ്കിലും പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് അല്ലെ ഇഷ്ടംകൂടി മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളും അവിടെ സ്റ്റാഫുകളുടെ ഇടയിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോഴാണ് അവര് ഇച്ചിരി കൂടി അല്ലെ സംതൃപ്തിയാവും, മറ്റുള്ളവർക്കും എന്താണ് നല്ല രീതിയിൽ സേവനം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യത വരികയുള്ളൂ അല്ലെ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അവര് പേഷ്യൻസിന്റെ ഇടയിലേക്ക് നല്ല രീതിയിൽ തന്നെ അവരുടെ സേവനങ്ങൾ ലഭ്യമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ സ്റ്റാഫുകളുടെ ഇടയിൽ ഏതൊക്കെ രീതിയിൽ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പോയിന്റ്സുകൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കുക. ക്ലിയർ ആണോ? വോയിസ് ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. Implementing performance strategies to improve staff productivity. അതായത് നമ്മൾ എന്തൊക്കെ നടപ്പാക്കിയാലാണ് ഈ സ്റ്റാഫിന്റെ ആ ഒരു ഉത്പാദന ക്ഷമത അല്ലെ അത് ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിലെന്താണ് പ്രധാനമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപ്രൂവ് ദ വർക്ക് എൻവയൺമെന്റ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, അല്ലെ, ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ പോയിന്റ്സ് എന്ന് ജസ്റ്റ് നോക്കാം. സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇംപ്രൂവ് ദ വർക്ക് എൻവയൺമെന്റ്, അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള പരിസ്ഥിതി അത് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക അല്ലെ, അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം സിറ്റുവേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. കുറച്ച് അവര് ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കൂലി മാത്രം കൊടുത്താൽ പോരാ, അതനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. അതിപ്പോ ഓരോ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ഹോസ്പിറ്റലിലാവുമ്പോൾ അവിടെ പേഷ്യൻസിനൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ ചെല്ലുന്ന സമയത്തൊക്കെ ഉണ്ടാവണം അല്ലെ, ഒരു ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ അതെല്ലാം തന്നെ അല്ലെങ്കിൽ വർക്ക് എൻവയൺമെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചൂടോ അല്ലെങ്കിൽ ഒരുപാട് തണുപ്പൊക്കെ ആയിട്ടുള്ള ഒരു ഇതുകളിലൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ടെസ്റ്റ് ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. ഓക്കെ, നമുക്കറിയാം എപ്പോഴും എല്ലാവരോടും നല്ല ബഹുമാനത്തോടു കൂടിയിട്ട് വർദ്ധിക്കാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതായത് മേലുദ്യോഗസ്ഥർക്കൊക്കെ ഒരു റെസ്പെക്ട് ഒക്കെ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു തൊഴിലിടത്തിൽ ഉണ്ടായിരിക്കണം. പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി. നമുക്കറിയാം റെഗുലർ ആയിട്ട് എന്താണ് ഫീഡ്ബാക്കുകളെല്ലാം അല്ലെ, ഓരോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടികളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ എന്താണ് അവർക്ക് ലീവും കാര്യങ്ങളൊക്കെ ലഭ്യമായില്ല എങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഫീഡ്ബാക്കുകളൊക്കെ കൃത്യമായിട്ട് തന്നെ ഫീൽ ചെയ്തെടുക്കണം. ദെൻ ബി എംപത്തിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ്. നമ്മള് എന്താണ് ചിലപ്പോൾ വേണമെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത ചില സാഹചര്യ കേസുകൾ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഒരുപക്ഷെ അവർക്ക് ഫോൾട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വേണമെങ്കിൽ റയറായിട്ടൊക്കെ എന്തെങ്കിലും മസല് അനാവശ്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ
ആദ്യം ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പിന്നീടായിട്ട് അവര് സമയമെടുത്ത് ചെയ്ത് തീർക്കേണ്ട ഡ്യൂട്ടി ആയിട്ടൊക്കെ അവശേഷിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോഴും അത് സിഗ്നലിയോട് കൂടിയിട്ടും എന്താണ് മോട്ടിവേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് നല്ല രീതിയിൽ മോട്ടിവേഷൻ ഒക്കെ കൊടുക്കണം. then acknowledge and reward the performance. ഓക്കെ, അംഗീകാരങ്ങൾ കൊടുക്കണം അല്ലെ. അവർക്ക് തീർച്ചയായിട്ടും അംഗീകാരങ്ങൾ കൊടുക്കണം. നല്ല ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച വ്യക്തികളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിവാർഡുകളും അംഗീകാരങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുടെ സ്റ്റാഫുകൾ സാറ്റിസ്ഫൈഡ് ആവും. കേമോ ഈ പോയിന്റ്സ് എന്തായാലും ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാലേ, കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണാറുണ്ട്, മിക്കപ്പോഴും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. നമുക്ക് നെക്സ്റ്റ് നോട്ടിലേക്ക് പോവാം. To know miffed and angry patient. പുതിയ ഹെഡിങ്ങിലേക്ക് പോവാം. To know miffed and angry patient. എന്താണ് മിഫ്ഡ് പേഷ്യൻസ് എന്ന് പറയുന്നത്? ദേഷ്യക്കാരായ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ ഹോസ്പിറ്റലില്? അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ആകുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം, അവര് പെയിനൊക്കെ ആയിട്ട് എപ്പോഴും പേഷ്യൻസ് അല്ലെ ദേഷ്യമായിരിക്കും അല്ലെ. നമ്മുടെ നാച്ചുറലി നമുക്ക് തന്നെയാണെങ്കിലും അറിയാം, രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു കൺട്രോളിംഗ് പവർ കുറച്ച് നഷ്ടപ്പെടും അല്ലെ. കാരണം പല പെയിനൊക്കെ സമയം നമ്മൾ എന്താണ് അത് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ നമുക്ക് എന്തിനും ഒരു ദേഷ്യം, ആംഗ്രി പേഷ്യൻസ് അതല്ലാതെ തന്നെ ചിലപ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ നടപടികളൊക്കെ ആയിട്ട് ചിലർക്കൊക്കെ ദേഷ്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരുപാട് നേരം അവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും ഓരോ സ്ഥലത്ത്. അങ്ങനെ നടപടിക്രമങ്ങളിലൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുമ്പോഴും പേഷ്യൻസ് ഒക്കെ ദേഷ്യപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവില്ലേ? അതിനുള്ള സാധ്യത ഉണ്ടാവില്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ every hospital meets a situation where they should deal with the angry patients. എല്ലാ ഹോസ്പിറ്റലിലും ഇത്തരത്തിലുള്ള ആംഗ്രി പേഷ്യൻസ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. It's a challenging task to cope with such a patient, and especially when they exhibit their frustrations on hospitals. ഓക്കെ, നമുക്കറിയാം ചില പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഇവരെ ഫേസ് ചെയ്യല്ലേ, ഈ ഒരു എന്താ പറയുക ആംഗ്രി ആയിട്ടുള്ള പേഷ്യൻസിനെ ഫേസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു വെല്ലുവിളിയാണ്. മിക്കവാറും സ്റ്റാഫുകൾക്കൊക്കെ ഇവരെന്ന് ഹാൻഡിൽ ചെയ്തെടുക്കാൻ പറയുന്നത് ഭയങ്കര പാടാണ്. കാരണം ഇവര് പ്രദർശിപ്പിക്കുന്ന ആവേശവും അല്ലെ വാശിയും കാര്യങ്ങളൊക്കെ അതിനെ ഫേസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. Patients can be upset because of various reasons such as delay in appointments. പേഷ്യൻസ് ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സ്വാഭാവികമായിട്ടുള്ള കുറെ വയ്യായിക കൊണ്ട് അവര് ദേഷ്യം ഉണ്ടാവാം. അതല്ലാതെ ഹോസ്പിറ്റലിന്റെ നടപടികൾ കൊണ്ട് ചില ദേഷ്യപ്പെട്ടതിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിളുകൾ നോക്കിയാണെങ്കിൽ നോക്കാം. വേരിയസ് റീസൺസ് സച്ച് ആസ് ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ്സ്. അപ്പോയിന്റ്മെന്റിലൊക്കെ ഡിലേ വരും, ഒരുപാട് നേരം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ
ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ്, എല്ലാ കാര്യങ്ങൾക്കും പേഷ്യന്റ് ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ, ഡയഗ്നോസിസ് ഒക്കെ റോങ് ആയിട്ട് തന്നെ വരുമ്പോൾ, അതായത് രോഗനിർണയവും ട്രീറ്റ്മെന്റ് ഒക്കെ റോങ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആരാണെങ്കിലും ഫൈറ്റ് ചെയ്യും അല്ലെ, ആരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടൊക്കെ ദേഷ്യപ്പെടും. കാരണം റോങ് ആയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടപ്പാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ റോങ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പേഷ്യൻസിന്റെ ഇടയിൽ എന്താണ് ദേഷ്യത്തിന് സാധ്യതയാണ്. Then long patient wait times പറഞ്ഞു, wrong diagnosis and treatment പറഞ്ഞു, absence of a quality care. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാത്രമേ യോഗ്യരായ ഡോക്ടറോ നഴ്സുമാരോ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റുകളോ തരമുള്ള സ്റ്റാഫുകളുടെയൊക്കെ യോഗ്യതയില്ലാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ, ക്വാളിറ്റി ഇല്ലാത്ത ഒരു ശുശ്രൂഷയാണെങ്കിൽ ദേഷ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ലോട്ട് മോർ ഓക്കെ, അങ്ങനെ പലതരത്തില് ദേഷ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. And if hospitals do not address their issues, they might even face legal threats from patients. Okay, നമ്മളിവിടെ പറയണം, do not address their issues-നെന്നും എന്താണ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യും, എന്താണ് ഫ്രം പേഷ്യൻസിന്റെ ഭാഗത്തു നിന്ന് ലീഗൽ ആയിട്ടുള്ള നടപടികൾക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. Then hospital cannot disregard such situations. So it's better to learn how to cope with the patients. Okay, പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സിറ്റുവേഷൻസിലൊക്കെ ഹോസ്പിറ്റൽ cannot disregard such situations. ഒരിക്കലും ഡിസ്റിഗാർഡ് ആയിട്ട് നിൽക്കരുത്. സോ ഇറ്റ് ബെറ്റർ ടു ലേൺ ഹൗ ടു കോപ്പ് വിത്ത് പേഷ്യൻസ്. പേഷ്യൻസിന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യം നമുക്കറിയാം. ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അറിഞ്ഞ് അല്ലെ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോകും അല്ലെ. അവര് ലീഗൽ ആയിട്ടുള്ള ചിലപ്പോൾ ആണെങ്കിൽ നടപടികളിലേക്ക് പോകും അല്ലെ, നിയമാനുസൃതമായിട്ടുള്ള എന്തെങ്കിലും നടപടികളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്നും തന്നെയാണ്. As a care provider, hospitals need to realize the warning sign and control the situation before it gets worse. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ഇപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അല്ലെ, ഇപ്പൊ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇതുകൾ വന്ന് അല്ലെങ്കിൽ നഴ്സുമാരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എക്യുപ്മെന്റിന്റെ എന്തെങ്കിലും തകരാറ് മൂലം വന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു അല്ലെ, അപ്പൊ അത് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് അവകാശമുണ്ടോ? അവരെങ്ങനെ ഒരു പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. കൃത്യമായിട്ട് തന്നെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകണം. അല്ലെങ്കിൽ എന്താണ്, അവര് ലീഗലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂ ചെയ്ത് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആൻഡ് കൺട്രോൾ ദ സിറ്റുവേഷൻ ബിഫോർ ഇറ്റ് ഗെറ്റ് വേഴ്സൻഡ്. പൊതുവെ എന്താണ് കൺട്രോളിംഗ് പവർ എടുത്തിട്ട് അതിന് വഷളാവുന്നതിന് മുമ്പ് തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആൻഡ് നീഡ് ടു ക്രിയേറ്റ് ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് ഫോളോ ടു ഹാൻഡിൽ ആംഗ്രി പേഷ്യൻസ്. അതേപോലെ തന്നെ എന്താണ് ആംഗ്രി പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, നമ്മളിപ്പോ പേഷ്യന്റ് അല്ലെ ആംഗ്രി ആവാനായിട്ടുള്ള സാധ്യതകൾ പലതരത്തിലും പറഞ്ഞു. ഈ രീതിയിലുള്ള സാധ്യതകൾ ഉപയോഗിച്ചിട്ട് പേഷ്യന്റ് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ലിസൺ ചെയ്ത് അത് ഒന്ന് അല്ലെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് കൃത്യമായിട്ട് തന്നെ തീരുമാനങ്ങൾ എടുത്ത് അവരെ അറിയിക്കാനായിട്ട് സാധിക്കുള്ളൂ. എപ്പോഴും എന്താണ് പറയുന്നത്, ആംഗ്രി പേഷ്യൻസിനെ എപ്പോഴും ബെസ്റ്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. അതെല്ലാം നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി കൂടി ഇഷ്യൂസ് ആയിട്ട് മുന്നോട്ട് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ശരിയാണോ? ഒരു സമാധാനം അല്ലെ, സമവായത്തിന് എപ്പോഴും മധ്യസ്ഥകൾ നിന്നിട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ അത് അവസാനിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഇതില് പ്രധാനമായിട്ടും ഇത് ഈ ഒരു ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജിസ് ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസിനെ എങ്ങനെയാണ് ഏതൊക്കെ തന്ത്രം ഉപയോഗിച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ള ഒരു പോയിന്റ്സ് ആണ് അടുത്ത ചാപ്റ്ററിലുള്ളത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതിന്റെ കണ്ടിന്യൂഷൻ എനിക്ക് പറയുന്നത് പെട്ടെന്ന് ക്ലാസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 6 വരെയുണ്ട്. ഓക്കെ,
ഓക്കെ, അപ്പൊ ആംഗ്രി പേഷ്യൻസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതിന്റെ ഒരു ഡയഗ്രാമാണ് നോക്കാം. സ്റ്റെപ്പ് 1, അക്നോളജ് ആൻഡ് ലിസൺ ടു പേഷ്യൻസ് കംപ്ലൈൻസ് ഹാൻഡിലിംഗ്. പലതരത്തിലുള്ള കംപ്ലൈൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ദേഷ്യപ്പെടലുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ലിസൺ ടു പേഷ്യൻസ് കംപ്ലൈൻസ് കാംലി. സ്വന്തമായിട്ട് അവരുടെ കംപ്ലൈൻസ് എന്താണെന്നുള്ളതാണ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. The next step 2, try to understand the root cause of the problem. അതിന്റെ മൂല കാരണം എന്താണ്, ഈ പ്രോബ്ലം ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണം എന്താണ്. ചിലപ്പോൾ ആണെങ്കിൽ ഇപ്പൊ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുക, ചിലപ്പോ എന്താണ് മെഡിസിൻ മേടിക്കുന്ന സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ഭയങ്കര ക്യൂ. അപ്പൊ നമ്മൾക്കൊരു ഹോസ്പിറ്റലിൽ അതിൻ്റെതായിട്ടുള്ള ചിലപ്പോൾ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ എന്താണ് ടെക്നോളജി വികസിപ്പിക്കുന്നതനുസരിച്ചുള്ളത് തന്നെ അവരുടെ നമ്പറൊക്കെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുമ്പോൾ മാത്രം അവര് ക്യൂവിലേക്കൊക്കെ പ്രവേശിച്ചാൽ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ അങ്ങനെയാണോ? അല്ലെ? മെഡിസിൻസ് ഒക്കെ ഇങ്ങനെയാണ് പോയി ഇരിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഡിജിറ്റലില് വരും അല്ലെ എന്റെ നമ്പർ എന്നൊക്കെ പറയുമ്പോഴാണ് അവിടേക്ക് ചെല്ലേണ്ടതുള്ളൂ. അങ്ങനത്തെ ഒരു സിസ്റ്റം ഒക്കെ ആയില്ലേ? ഓക്കെ, അപ്പൊ എന്താണ് അവിടെ നോക്കാം എന്താണ് അതിന്റെ മൂലമായിട്ടുള്ള കാര്യം അല്ലെ. ചിലപ്പോൾ ഒരു നമ്പർ വിട്ടുപോയി. അപ്പൊ ഈ പേഷ്യന്റിന്റെ നമ്പർ വിട്ടുപോയി മെഡിസിൻ കൊടുക്കാനായിട്ട് ഇവരെ ചിലപ്പോൾ ആദ്യമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. എന്താണ് അപ്പൊ അവിടെയാണ് പ്രോബ്ലം സംഭവിച്ചതെന്ന് അനലൈസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സെക്കൻഡ് നോക്കാം, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. അതിന്റെ വേര് അല്ലെ, ആ ഒരു പ്രോബ്ലത്തിന്റെ കാര്യം എവിടെ കിടക്കാം എന്നുള്ള കാര്യം ആലോചിക്കുക. ആദ്യം തന്നെ അവരെ ലിസൺ ചെയ്യുക. മറ്റൊന്ന് ആ ലിസൺ ചെയ്തതനുസരിച്ചിട്ട് ഈ പ്രോബ്ലം വരാനായിട്ടുള്ള മൂല്യ കാര്യം അല്ലെ എന്താണെന്നുള്ളത് കണ്ടെത്തുക. Then avoid being defensive and respond with empathy. എന്താണ് അവിടെ എന്താണ് പ്രതിരോധം തരക്കുന്നതിനൊക്കെ മാതിരി അത് ശ്രദ്ധിക്കുന്നതിന്റെ ഒപ്പം തന്നെ അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ എന്താണ് അവർ ചിലപ്പോൾ ആണെങ്കിലൊക്കെ സമാധാനിപ്പിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അല്ലെ. ഓക്കെ, ഇങ്ങനെ ഒരു അതിന്റെ ദേഷ്യത്തോട് വന്ന ഏതൊരു വ്യക്തിയെയും നമുക്കറിയാം നല്ല വാക്ക് കൊടുത്ത് സമാധാനിപ്പിക്കാൻ പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണോ? റിസ്ക് ഉള്ള കാര്യമാണോ? റിസ്ക്കുള്ള കാര്യമല്ല. ദേഷ്യത്തോടു കൂടി വരുന്ന പേഷ്യൻസിനെ നമുക്ക് സമാധാനിപ്പിക്കുക എന്ന് പറയുന്നത് റിസ്ക്കുള്ള കാര്യമാണോ അല്ലയോ? അതെ അല്ലെ, ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പക്ഷെ ആദ്യം തന്നെ അവർ കേൾക്കണം. എന്നിട്ട് അവരുടെ മൂല്യകാര്യം അല്ലെ പ്രോബ്ലം വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ എന്താ പറയുന്നത്, അവരെ ഇങ്ങനെ തടുക്കുന്നതിന് പകരം എന്താണ് അവരുടെ ഒരു എമ്പതി കാണിച്ചുകൊണ്ട് ഓക്കെ നിങ്ങളുടെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം, ഓക്കെ വിട്ടുകള അല്ലെ, നമ്മള് സമാധാനത്തോടെ വിട്ടുകളയാ കേസ് നമുക്കൊന്ന് പരിഹാരം ഉണ്ടാക്കാം അല്ലെ. അങ്ങനെ ഒരു സമാധാനത്തിന്റെ ലെവലിലേക്കൊക്കെ കൊണ്ടുവരണം. Then make the patients feel that their concerns are taken seriously. അവിടെ എന്താണ് പേഷ്യൻസ് ഫീൽ ചെയ്യുക അല്ലെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് എന്താണ് ഫീൽ ചെയ്യുക, അവരെ കൺസേൺ ആർ ടേക്കൺ സീരിയസ് ആയിട്ട് തന്നെ അവരെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ കുറച്ചും കൂടി അല്ലെ വളരെ റഫായിട്ട് അങ്ങനെ തള്ളിക്കളയല്ല, ഓക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഫീൽ ചെയ്യിക്കത്തക്ക വിധത്തിൽ റെസ്പോണ്ട് ചെയ്യുക. Then apologize and take quick and action to settle the problem. ഈ പ്രോബ്ലത്തിന്റെ ഉറവിടം ശരിക്കും ആക്ച്വലി അവിടെയുള്ള സ്റ്റാഫോ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് തന്നെയാണ് എങ്കിൽ അവിടെ ഒരു ക്ഷമാപണം നടത്താം അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ പ്രോബ്ലം കൊണ്ടാണ് പ്രോബ്ലംസ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഒരു ക്ഷമാപണമൊക്കെ നടത്തിയിട്ട് ഒത്തുതീർപ്പാവാനായിട്ട് ശ്രമിക്കുക. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. എന്നിട്ട് മനസ്സിലാക്കുക അല്ലെ, ആശയവിനിമയം നടത്തുക. ഈ സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ മനസ്സിലാക്കുക. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആശയവിനിമയം നടത്തും. ഓക്കെ ആണോ? വായിച്ചു നോക്കാം.
പക്ഷെ നോക്കിയോ? അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് ഈ പറഞ്ഞ പോയിന്റ്സും. വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്? ആംഗ്രി പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു റിമെയിൻ കാം. അതായത് എന്തെങ്കിലും പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പേഷ്യന്റ് അല്ലെ, ആംഗ്രി പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ എന്താണ് കാമാവാനായിട്ട് അല്ലെ, ദീർഘശ്വാസമൊക്കെ എടുത്ത് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഇരിക്കുക. കാരണം പ്രോബ്ലംസ് ആണ് പറയാനായിട്ട് വന്നിരിക്കുന്നത് അല്ലെ, അങ്ങനെയല്ലേ? Then gather all the details about the patient's disease, okay, and the treatment provided to them. പേഷ്യന്റിന്റെ ഡീറ്റെയിൽ ഇപ്പൊ നമുക്കറിയാം, അതിപ്പോ പേഷ്യന്റിന്റേതായിട്ടുള്ള ചാർട്ട് നോക്കാം. ഈ പേഷ്യന്റിന്റെ രോഗവുമായി ബന്ധപ്പെട്ടാണ് ട്രീറ്റ്മെന്റ് ആരാണ് പ്രൊവൈഡ് ചെയ്തത്, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് ആരൊക്കെയാണ്, നമ്മുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവയർനെസ് കണ്ടെത്തുക. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ ഒരു ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു മെയിൻറ്റെയിൻ എ കാം. Then gather all details about the patient's disease and the treatment provided to them. The next, spend quality time with the patient to detect the results behind their outcomes. Outburst, okay, അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും അല്ലേ, spend quality time. അപ്പോ നമുക്കറിയാം പേഷ്യന്റ് ഇങ്ങനെ ആംഗ്രി പേഷ്യന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ദീർഘശ്വാസം വെച്ച് ഒക്കെ ഒന്ന് റെഡി ആയിട്ട്, ഓക്കെ പേഷ്യന്റ് പ്രോബ്ലം തരുന്നല്ലോ, പ്രോബ്ലം വന്നാൽ ഓക്കെ അവരെ കൊണ്ടൊന്ന് ഒരു ശ്വാസത്തിൽ അങ്ങോട്ട് പറയിപ്പിച്ച് ഓക്കെ നമുക്ക് പരിഹരിക്കാട്ടോ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ ആ പേഷ്യന്റ് തൃപ്തിയാവോ? അങ്ങനെ പറയുമ്പോ തൃപ്തിയാവോ? മറ്റു രീതി ഇല്ല അല്ലെ. ഇത് ഒന്നാമതായിട്ട് ആംഗ്രി പേഷ്യന്റാ. അപ്പൊ ആംഗ്രി പേഷ്യന്റ് ആയതുകൊണ്ട് ഒറ്റയടിക്ക് അവര് വന്ന് അവരുടെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു തീർക്കാനുള്ള ഒരു അവസരമല്ല ഉണ്ടാക്കി കൊടുക്കേണ്ടത്. എന്താണ്, ഒരുപാട് സമയം, കുറച്ച് സമയം അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് പേഷ്യന്റ് ടു ഡിറ്റക്ട് റീസൺസ് ബിഹൈൻഡ് ദെയർ ഔട്ട്ബേഴ്സ്റ്റ്. അതായത് അവരുടെ നമ്മുടെ ഡോക്ടേഴ്സും നഴ്സ് സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ അവരെ വിലപ്പെട്ട സമയമാണ് അല്ലെ. ആ വിലപ്പെട്ട സമയത്തില് തന്നെ ആംഗ്രി പേഷ്യൻസിന് വേണ്ടിയിട്ടും കുറച്ച് നീക്കിവെപ്പ് നടത്തണം അല്ലെ, കുറച്ച് സമയം അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കണം. എന്നിട്ട് അതാണ് പറയുന്നത് സ്പെൻഡ് ക്വാളിറ്റി ടൈം, കൂടിയിട്ടുള്ള സമയമാണ്. പക്ഷെ ആ സമയത്തിനുള്ളിലും ഈ ആംഗ്രി പേഷ്യൻസിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നീക്കി വെക്കേണ്ടതാണ്. ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദെയർ ഇഷ്യൂസ്. ഓക്കെ, അവരുടെ സഹവർത്തിത്വത്തോട് കൂടിയിട്ട് എന്താണ് ഇഷ്യൂസ് എന്നുള്ള കാര്യം ചോദിച്ചറിയിക്കാം. Then avoiding giving away to any arguments and defend against truth. Okay, എന്തെങ്കിലും ട്രീറ്റിനെതിരായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെന്റ് ഉണ്ടായെങ്കിൽ അതെല്ലാം അല്ലെ നമ്മൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതൊക്കെ ഒത്തുതീർപ്പോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ശ്രമിക്കുക. Then protect legally by carefully documenting clinical and administrative complaints. In case നമുക്കറിയാം ലീഗലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി സൂക്ഷിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേട്ടോ, ജസ്റ്റ് വായിച്ചു നോക്കാം, ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. നമുക്ക് ഇത് വെച്ച് നിർത്താം. എനിക്ക് അത്രയും 1-2 അവർ കണ്ടിന്യൂസ് പഠിപ്പിച്ചോടുകൂടി ഭക്ഷണമില്ല. അപ്പൊ നമുക്ക് ഇത് വെച്ച് നിർത്താം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
കേണോ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ടുകൾ? കുറച്ച് ചെറിയ ചെറിയ ഡയഗ്രാമുകളാണ്, കുറച്ച് പിക്ചറുകളൊക്കെ തന്നെ സ്ട്രിപ്പുകളൊക്കെ കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾ അത് ഓർത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആംഗ്രി പേഷ്യൻസ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ആംഗ്രി പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ലിക്വിഡിന്റെ മീനിങ് ഒരിക്കലും മറക്കരുത്. ആംഗ്രി പേഷ്യൻസ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഓപ്ഷനിൽ കാണിക്കുമ്പോൾ ലിക്വിഡ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ആകെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ലിക്വിഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആംഗ്രി പേഷ്യൻസ് ആണ്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസിന്റെ മറ്റൊരു പേരാണ് കണ്ടന്റഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അത് പഠിച്ചു പോകുമ്പോൾ ഇതും ആയിപ്പോകരുത്. ഓപ്ഷനിൽ ലിക്വിഡ് പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ആംഗ്രി പേഷ്യൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആംഗ്രി പേഷ്യൻസിന്റെ കാര്യം വരുമ്പോൾ മനസ്സിലാക്കുക, അവർക്ക് വേണ്ടിയിട്ട് നിശ്ചിത സമയം സ്പെൻഡ് ചെയ്തിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ചെയ്യണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.